ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, നിങ്ങളൊരു പകലിൻ്റെ മുഴുവൻ അലച്ചിൽ കഴിഞ്ഞ് ഈ പള്ളിക്കകത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ അലച്ചിൽ കഴിഞ്ഞ് വന്നവരാണെന്ന് എനിക്ക് നിങ്ങളെക്കാട്ടിലും അറിയാം. നിങ്ങളെയൊക്കെ പുറമേ ഞാനിങ്ങനെ കാണുമ്പം നിങ്ങളിലൊരു 90% പേരും പുറമേ കാണുന്നത് പോലെ അല്ല എന്നും എനിക്കറിയാം. ഞാനത് പറയുന്നത് നിങ്ങളൊരിക്കലും ഒരു പരിഹാസ രൂപേണ എടുക്കരുത്. പുറമേ കാണുന്നതിനപ്പുറം ഉള്ളിൽ ഈ അഗ്നിപർവ്വതം കൊണ്ട് നടക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പലതരം പ്രയാസങ്ങൾ കൊണ്ട്. അത് ഈ ഗൾഫ് പോലുള്ളൊരു നാട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളുടെ വസ്ത്രങ്ങളിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ ഇടപെടലിലും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അങ്ങനെ താങ്ങാൻ പറ്റാത്ത സങ്കടം കൊണ്ട് വന്നിരിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങളിന്ന് ഈ പള്ളിക്കകത്തിരിക്കുന്നത് പോലെ യേശുവിൻ്റെ അടുക്കൽ കുറച്ചധികം മനുഷ്യരിങ്ങനെ ചുറ്റും കൂടി വന്നിരുന്നു. ഇവരിങ്ങനെ അടുത്ത് വന്ന് കൂടിയിരിക്കുമ്പോഴാണ് യേശു ഇവരോട് സംസാരിച്ചു തുടങ്ങുന്നത്. നമ്മളിരിക്കുന്നത് പോലെ തന്നെയാണ്, പല ആവശ്യം കൊണ്ട് വന്നിരിക്കുന്നവരാണ്. യേശു അവരോട് സംസാരിച്ചതിന് ശേഷം യേശുവിൻ്റെ അടുക്കൽ കർത്താവിൻ്റെ ശിഷ്യരായ മുക്കുവർ കുറച്ച് പേരുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാരും മുക്കുവരല്ലായിരുന്നു. ചുങ്കം പിരിക്കുന്നവരുണ്ടായിരുന്നു, ആശാര്യമാരുണ്ടായിരുന്നു, ആർക്കിടെക്റ്റുകളുണ്ടായിരുന്നു. മുന്നേ ഇരിക്കുന്ന കുറച്ച് മനുഷ്യരോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു അവരെ പറഞ്ഞു വിട്ടിട്ടാണ് ശിഷ്യന്മാരോട് സംസാരിച്ചു തുടങ്ങുന്നത്. ശിഷ്യന്മാരോട് സംസാരിക്കുമ്പം അവർക്കൊരു സങ്കടമുണ്ട്. കാരണം അവർ വളരെയധികം കഷ്ടപ്പെട്ട് മീൻ പിടിക്കാൻ പോയിട്ടും അവർക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല. അവരത് യേശുവിനോട് പറയുന്ന നിമിഷം യേശു അവരോട് പറയുന്ന ഒരു മറുപടിയാണ് നമ്മുടെ ചിന്ത. വന്യ അച്ഛൻ അത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. ആഴത്തിലേക്ക് നിങ്ങൾ വലയിറക്കുക. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എന്നെ തൊട്ട ഒരു വചനമാണിത്. വളരെ അവിചാരിതമായിട്ടാണ് നമ്മൾ ഈ പെന്തക്കോസ്ത് ദിവസങ്ങളിൽ ഈ ഒരു വചനത്തിലേക്ക് എത്തിച്ചേർന്നതെങ്കിലും ഈ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഈ വാക്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മനോഹാരിത എന്താണെന്നറിയാമോ? എങ്ങനെ മീൻ പിടിക്കണമെന്ന് ആശാരി മുക്കുവരോട് പറയുന്ന ഒരു ഭാഗമാണ്. രണ്ടും രണ്ട് തൊഴിലാണ്. ആശാരിയുടെ ഒരു തൊഴിൽ മഹിമ, യേശുവിൻ്റെ ഒരു തൊഴിൽ മഹിമ എന്ന് പറയുന്നത് തൊടുന്ന പണിയാനെടുക്കുന്ന തടികളുടെ അതിൻ്റെ കാതിൽ ഭാഗം ഏതാണെന്നറിയാം. ഈ ഒരു കൊച്ചു മരക്കഷ്ണം എടുത്ത് വേറൊരു മരക്കഷ്ണത്തെ അടിക്കുമ്പം അത് ഏത് മരമാണെന്നറിയാം. ശബ്ദം കൊണ്ട് മരത്തെ അറിയാം, അതിൻ്റെ മിനുസം അറിയാം, അതിൻ്റെ ബലം അറിയാം. ഇതൊക്കെ ഒരു ആശാരിയുടെ കഴിവാണ്. പക്ഷെ ഒരിക്കലും ഈ തടി കൊണ്ട് വഞ്ചിയൊക്കെ പണിയുമെങ്കിൽ പോലും കടലിൻ്റെ ആഴം ആശാരിക്ക് അറിയണമെന്നില്ല. മുക്കുവൻ്റെ പ്രത്യേകത എന്താണ് നമുക്കൊക്കെ അറിയാം. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. നമ്മുടെ നാട്ടിൽ 2018 ഒരു വെള്ളപ്പൊക്കം. ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ശരിക്കും അതിൽ പെട്ടുപോയതാണ്. നമ്മുടെയൊക്കെ നാട് അതിൽ ശരിക്കും പെട്ടതാണ്. അക്ഷരാർത്ഥത്തിൽ രക്ഷകരായിട്ട് വന്നത് ഈ നാട്ടിലെ കുറച്ച് ഫോഴ്സുകൾക്കപ്പുറം നമ്മുടെ വീട്ടിലുള്ളവരെ പോലും രക്ഷിക്കാൻ വേണ്ടി വന്നത് ഈ മുക്കുവരാണ്. നിങ്ങൾ ആ കാഴ്ചയൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും. ഒരു പക്ഷേ ഇങ്ങനെ ലോറികളിൽ ഇങ്ങനെ ബോട്ട് കൊണ്ടുവന്ന് വീടിനകത്ത് കുടിയും കിടക്കുന്നവർ ഇങ്ങനെ കൂളായിട്ട് രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. കടലിൻ്റെ ഓരോ ആഴം ഇവർക്കറിയാം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മലയാളത്തിൽ ഒരു മനോഹരമായൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. കടലിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ടി.കെ. റഫീഖ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയാണ്. ഈ ടി.കെ. റഫീഖ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാഹിത്യകാരനൊന്നും അല്ല കേട്ടോ, ഒരു മീൻപിടുത്തക്കാരനാണ്. മുക്കുവൻ എഴുതിയ ഒരു ബുക്കാണ്, മാതൃഭൂമി ബുക്സാണ് അത് ഇറക്കിയിട്ടുള്ളത്. കടലിൽ എൻ്റെ ജീവിതം. വളരെ മനോഹരമായ പുസ്തകമാണ്, വളരെ സിമ്പിളാണ്. അതായത് ഒരു മുക്കുവൻ എങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നു, എത്ര മണിക്ക് ഇറങ്ങുന്നു, ഒരു വെളുപ്പിനെ 1 മണിക്ക് ഇറങ്ങും, 2:30 ഇറങ്ങും, 3 മണിക്ക് ഇറങ്ങും, മഴ നനഞ്ഞു പോകും, പട്ടിണി കിടന്നു പോകും, ഒരു പെട്രോൾ മാക്സിൻ്റെ ഒരു ലൈറ്റൊക്കെ സംഘടിപ്പിച്ച്, ഒരു മണ്ണെണ്ണ സ്റ്റൗവൊക്കെ സംഘടിപ്പിച്ച് പുറംകടലിലേക്ക് പോയി
വളരെ കഷ്ടപ്പെട്ട് എവിടെ വലയിട്ടാൽ മീൻ കിട്ടും, ഏതൊക്കെ തരം മീൻ കിട്ടും എന്നൊക്കെ നിശ്ചയമുള്ള മനുഷ്യരാണ്. പക്ഷെ ഈ ഒരു പുസ്തകം അവസാനിക്കുന്നത് ഒരു ചെറിയ വേദന തന്നുകൊണ്ടാണ് ഈ ബുക്ക് അവസാനിപ്പിക്കുന്നത്. ഈ ടി കെ റഫീഖ് എന്ന് പറയുന്ന ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. അയാളിങ്ങനെ കടലിന്റെ ആഴങ്ങളിലോട്ട് പോയി പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഈ കല്ലുമ്മക്കായ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. എത്ര നേരം ശ്വാസം പിടിച്ചു നിന്നാലും അയാൾ അതെടുത്തുകൊണ്ട് വരത്തുള്ളൂ. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ 2 പാറക്കെട്ടുകൾക്കിടയിൽ കടലിനടിയിൽ കുടുങ്ങിയാണ് ഇയാൾ മരണപ്പെടുന്നത്. ബുക്കിന്റെ അവസാനം വേറൊരാളാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുക്കുവരുടെ അത്രത്തോളം എന്താ പറയണ്ടേ, ഭയാനകമായ ഒരു ജീവിതമാണ്. അവർക്കറിയാം എവിടെ വീശണം. കാരണം അവർക്കൊരു നിശ്ചയമുണ്ട്. ഈ വെള്ളത്തിന്റെ പരപ്പിലാണ് ഇവർ ശരിക്കും ലക്ഷ്യം വെക്കുന്നത്. ആഴത്തിൽ ഒരിക്കലും മുക്കൂര് വല വീശാറില്ല. അത് യേശുവിന്റെ കാലത്തും അതെ, ഇന്നും അതെ. കാരണം മത്സ്യങ്ങൾ ഇങ്ങനെ ഈ കടലിന്റെ ആഴങ്ങളിലേക്ക് അധികം പോവില്ല. അവിടുത്തെ ഒരു മർദ്ദമുണ്ട്, ഒരു പ്രഷറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ശ്രദ്ധിച്ചതാണ്. നമ്മുടെ തമിഴ്നാട് കടൽ തീരത്ത് ഓറാ മത്സ്യം എന്ന് പറയുന്ന ഒരു മീന് അത് ഇങ്ങനെ കടലിൽ വന്ന് അടിഞ്ഞതിന്റെ ഒരു അത്ഭുത വാർത്തയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഈ ഡീപ്പ് പ്രഷറിൽ നിന്ന് വന്നൊരു മീനാണ്. കടലിന്റെ ഏറ്റവും ആഴത്തിൽ നിന്ന് വന്നതാണ്. നമുക്ക് ഈ കഴിക്കുന്ന മീനുകളൊന്നും അത്ര ആഴത്തിൽ നിന്ന് വരുന്നതല്ല. അതിങ്ങനെ ഈ വെള്ളത്തിന്റെ പരപ്പിലാണ് ജീവിക്കുന്നത്. അവിടെ മർദ്ദം കുറവാണ്, അവിടെ സൂര്യവെളിച്ചം കിട്ടും, അവിടെ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഷാലോവർ വാട്ടർ ഫിഷിംഗ് എന്നൊക്കെ അതിന് പറയുന്നത്. ഇങ്ങനെ പരപ്പിൽ വല വീശി പരപ്പിൽ നിന്ന് കിട്ടുന്നതിനെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർ. പക്ഷെ എത്രത്തോളം ഇങ്ങനെ പരപ്പിൽ വല എറിഞ്ഞിട്ടും ഒന്നും കിട്ടാതിരിക്കുമ്പം യേശു അവരെ പഠിപ്പിക്കുന്ന, ആശാരി മുക്കുവരെ പഠിപ്പിക്കുന്ന, ജീവന്റെ നായകൻ മുക്കുവരെ പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് ആഴമെന്ന് പറയുന്നത്. ലോഞ്ച് യുവർ നെറ്റ്സ് ഇൻ ടു ദ ഡീപ്പ്. ഡീപ്നെസ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. വേദപുസ്തകത്തിന്റെ അത് എഴുതപ്പെട്ട മൂലഭാഷയിലുള്ള ഒരു വാക്ക് ബാത്തോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതിന്റെ ഒരറ്റം എന്താണെന്ന് അറിയാൻ പറ്റാത്ത അത്ര ആഴത്തിന് നമ്മൾ കൊടുക്കുന്നൊരു വാക്കാണ് ബാത്തോസ്, അല്ലെങ്കിൽ ഡീപ്നെസ്, ഡെപ്ത്, ആഴം. ഞാൻ ഒരു 2007 മുതൽ എൻ്റെ കുഞ്ഞുനാളിലെല്ലാം ഞാൻ താമസിച്ച് പഠിച്ചത് കോട്ടയത്തെ ഞാലിയാകുഴിയിൽ ഒരു ആശ്രമത്തിലാണ്, ഒരു ദേറായിലാണ്. നിങ്ങളിൽ പലർക്കും ആ ദേറയൊക്കെ അറിയാം. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ യുവാനിസുരുവിനോട് ഒരു ദേറായാണ്. ആ ദേറയിൽ തന്നെ ഞാൻ ഒരു 9ലും 10ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് സഖേർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം സഖേർ ആരാന്ന്. ഒരു ദിവസം, ഒരു പുതുവർഷ ദിവസം പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പം കുർബാന ചൊല്ലിയത് സഖേറച്ചനാണ്. അദ്ദേഹം കുർബാനയ്ക്ക് ശേഷം ഒരു 2 മിനിറ്റ് പോലും വരാത്ത ഒരു പുതുവർഷ ദൂത് തന്നു. അതിന്നും മനസ്സിൽ കിടപ്പുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? ഒരു പുതിയൊരു വർഷത്തിന്റെ ആരംഭത്തിൽ ഇദ്ദേഹം കുർബാനയ്ക്ക് വന്ന ആൾക്കാരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ജീവിതത്തിന്റെ നീളം കൂട്ടാൻ പറ്റത്തില്ല, ആഴം കൂട്ടാൻ പറ്റും. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എനിക്കത് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്തൊരു കാര്യമാണ്. സത്യമാണ്, നമുക്ക് ജീവിതത്തിന്റെ നീളം കൂട്ടാൻ പറ്റത്തില്ല. ഹൊറിസോണ്ടലി ഒരു നീട്ടമോ കുറുക്കലോ ഇനി ഈ ജീവിതത്തിനില്ല, നമ്മുടെ കയ്യിലല്ല നിൽക്കുന്നത്. പക്ഷെ വെർട്ടിക്കലി ഒരു പോക്ക് സാധ്യമാണ്. ആഴം കൂട്ടാൻ പറ്റും. അത് നിശ്ചയമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആഴം കൂട്ടാൻ പറ്റും. പെന്തിക്കോസ്തിയോടൊക്കെ അടുക്കുന്ന ഈ ദിവസം, സ്നേഹമുള്ളവരെ, ആഴമുള്ള മനുഷ്യരായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടെ നല്ലപോലെ ഈ പരപ്പിലെ ജീവിതമൊക്കെ മാറ്റി ആഴമുള്ള മനുഷ്യരായി തീരുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഒരു കാര്യത്തെ സമീപിക്കുന്നു, എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലൊരു യുദ്ധത്തിന്റെ ഒരു ചെറിയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം. ഇതെങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്കറിയാം. ആ ഒരു പഹൽഗാം വിഷയങ്ങളൊക്കെ നമുക്കറിയാം. എന്നും വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഡ്രോൺ ആക്രമണം തുടങ്ങുന്നത്. ഇന്ത്യൻ സമയം വെച്ചാണ് ഞാൻ പറയുന്നത്. 8 മണിക്ക് ഇത് ആരംഭിച്ചു കഴിഞ്ഞ് വെളുപ്പിന് ഒരു 5 മണി വരെയെങ്കിലും ഇതിന്റെ ഒരു പോരാട്ടം ലൈവായിട്ട് ന്യൂസ് ചാനലിൽ കാണാൻ പറ്റും. ഫിഫ വേൾഡ് കപ്പ് ഒക്കെ കാണാനിരിക്കുന്നത് പോലെ മലയാളികളെല്ലാം കേരളത്തിൽ അറ്റത്ത് സേഫാണ്, ഒന്നും പേടിക്കാനില്ല, ഒന്നും സംഭവിക്കാനില്ല. ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കാണുന്നതിന്റെ ആഘോഷത്തോടിരുന്ന് യുദ്ധം കാണുകയാണ്. എന്നിട്ട് ഈ യൂട്യൂബിലൊക്കെ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിന്റെ കമന്റുകൾ നോക്കിയാൽ മതി. ഇങ്ങനെ
ഈ റൺസ് എടുക്കുമ്പോഴിങ്ങനെ സ്കോർ പറയുന്നത് പോലെ ആവേശം പകർന്നു കൊടുക്കുന്ന പോലെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വെടിവെക്കെന്നൊക്കെ പറഞ്ഞ് ആവേശമാണ്, ഭയങ്കര ആവേശമാണ്. ഈ ആവേശത്തിൻ്റെ ഇടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇടയിൽ നിന്ന് വന്നു. എം സ്വരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്കറിയാം, നിലമ്പൂർ ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. എം സ്വരാജ് ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, അവനവൻ്റെ മുറ്റത്ത് മിസൈൽ വന്ന് വീഴാത്തിടത്തോളം യുദ്ധം എന്ന് പറയുന്ന അതിർത്തിയിലെ തൃശ്ശൂർ പൂരമാണ് പലർക്കും. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സമയത്താണ് ഇത് ആരംഭിക്കുന്നത്. സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ വന്ന് വീണ് അല്ലെ യുദ്ധത്തിൻ്റെ ഭീകരത അറിയാത്തിടത്തോളം നിങ്ങൾക്കിതിൻ്റെ വേദന മനസ്സിലാകത്തില്ല. നിങ്ങളിങ്ങനെ ആഘോഷമാണിത്. ഇതിന് പറയുന്ന വാക്കാണ് ഈ ആഴമുള്ള ചിന്താഗതി എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഒരു വിഷയത്തെ കാണുന്നു, നിങ്ങൾ എങ്ങനെ ഒരു വിഷയത്തെ സമീപിക്കും, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു. സ്നേഹമുള്ളവരെ, ചിന്താഗതി ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അത് ജീവിതത്തെ സംബന്ധിച്ചാണെങ്കിലും പ്രാർത്ഥനയെ സംബന്ധിച്ചാണെങ്കിലും ഏതൊരു കാര്യത്തെ സംബന്ധിച്ചാലും നിങ്ങൾ എങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കും. നമ്മളൊക്കെ എത്ര നാള് പള്ളിപ്പെരുന്നാളിൻ്റെ ചെണ്ടമേളത്തിൽ ഇങ്ങനെ തിമിർത്ത് തുള്ളി സന്തോഷിച്ച് മുന്നോട്ട് പോകും. എത്ര നാള് പള്ളി അലങ്കരിച്ച് നമ്മളിങ്ങനെ മുൻപോട്ട് പോകും. എത്ര നാള് നമ്മളിങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകും. ജീവിതത്തിനൊരു ചെറിയ ഒരു ഷിഫ്റ്റ് ആവശ്യമുണ്ട്, ഒരു ചെറിയ മാറ്റം ആവശ്യമുണ്ട്. സ്നേഹമുള്ളവരെ, സുഭാഷ് ചന്ദ്രനൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ട് നോക്കുമ്പം ബോധം ഉദിക്കത്തക്ക രീതിയിലുള്ള മനുഷ്യര് വളരെ കുറവാണ്. ചിലരെ കാണുമ്പം നമുക്ക് പല കാര്യങ്ങളാണ് തോന്നുന്നത്, പക്ഷെ ചില മനുഷ്യരെ കാണുമ്പം ബോധം ഉദിക്കത്തക്ക രീതിയിലുള്ള മനുഷ്യർ കുറവാണ്. പെന്തിക്കോസ്തിയുടെ കാത്തിരിപ്പിൻ്റെ ഈ ദിവസം ജീവിതത്തിൻ്റെ ആഴം എങ്ങനെ നമുക്ക് ഒന്ന് കുഴിച്ചെടുത്ത് പോകാം, അല്ലെങ്കിൽ ഈ ആഴമുള്ള മനുഷ്യരുടെ ജീവിത പ്രത്യേകത എന്താണെന്നൊരു 4 ചിന്തകളിൽ കൂടെ നമുക്ക് പോകാം. ചിലരെങ്കിലും ഞാനിത് പറയുമ്പം അത്തരം മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആഴമുള്ള മനുഷ്യരുടെ ഒരു ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു രണ്ടാം കാഴ്ച കാണും. രണ്ടാം കാഴ്ച എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കണ്ണുമിഴിച്ച് ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഒന്നാം കാഴ്ചയാണ്. ഒറ്റ കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഈ രണ്ടാം കാഴ്ച എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഏതൊരു വിഷയത്തിനകത്തും രണ്ടാം കാഴ്ചയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ കണ്ണ് തുറക്കുമ്പം കാഴ്ച കാണുന്നു, കണ്ണടയ്ക്കുമ്പം ദർശനം കിട്ടുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും അപ്പുറത്തെ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറയുന്ന റേഡിയോ ജോക്കി. നിങ്ങൾക്കറിയാം ഇല്ലേ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ടോക്കൊക്കെ നിങ്ങൾ കാണുന്നതാണ്. റേഡിയോ മിർച്ചിയിലെ ഒരു ആർജയാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. ജോസഫ് അന്നംകുട്ടി ഒരു ദിവസം ദൂരെ എവിടോ ഒരു വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന യാത്രയിൽ ആഹാരം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രാത്രി. നിങ്ങൾക്കറിയാം ജോസഫിൻ്റെ സംസാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കും. അതൊരു അടഞ്ഞ ശബ്ദമാണ് ജോസഫിൻ്റെ. നമുക്കൊക്കെ ചിലക്കം വേണമെങ്കിലും ശ്രമിച്ച് അനുകരിക്കാൻ പറ്റുന്ന ഒരു അടഞ്ഞ ശബ്ദമാണ്. ജോസഫ് അന്നംകുട്ടിയും ഒരു സുഹൃത്തോട് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മനുഷ്യൻ അടുത്ത് വന്ന് ഈ ജോസഫിനെ പരിചയപ്പെടാൻ വന്നു. ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്, ഞാൻ നിങ്ങളുടെ പ്രസംഗമൊക്കെ കേൾക്കും. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമുണ്ട്. ജോസഫ് സംസാരിക്കുന്നത് പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. കൂട്ടുകാരൻ ചെവി പതുക്കെ പറഞ്ഞടാ നിന്നെ കളിയാക്കുന്നതാണ്, നിന്നെ കേട്ടിട്ട് മനസ്സിലായില്ലോ എന്ന് ചോദിച്ചു. മൈൻഡ് ചെയ്തില്ല. ഈ സംസാരിച്ച ആള് അപ്പുറം പോയിരുന്നു. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇയാൾ വീണ്ടും ജോസഫിനോട് സംസാരിക്കുന്ന ഇതേ ശബ്ദത്തിലാണ്. കൂട്ടുകാരൻ നല്ലപോലെ എരികേറ്റി കൊടുത്തു, ബൂസ്റ്റ് ചെയ്ത് കൊടുത്തില്ല. നിന്നെ കളിയാക്കുകയാണ്, നീ പോയി ചോദിക്കണം, ഇങ്ങനെ ഇരുന്നാൽ പോരാ. ജോസഫ് അന്നംകുട്ടി കസേരയിൽ നിന്ന് എഴുന്നേറ്റു, നടന്ന് ചോദിക്കാൻ അയാളുടെ അടുക്ക ചെന്ന് ഒന്ന് കുനിഞ്ഞപ്പം കണ്ടത് ഈ സംസാരിച്ച മനുഷ്യന്റെ കഴുത്തിൽ ഒരു 4 സ്റ്റിച്ചുണ്ട്. കാര്യമായ സാരമായ ഒരു രോഗത്തിന് വോക്കൽ കോഡിൽ സർജറി കഴിഞ്ഞൊരു മനുഷ്യനാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അന്നംകുട്ടി ഇത് യൂട്യൂബിൽ പറയുമ്പം അയാൾ ഉപയോഗിച്ചൊരു വാക്കാണ് ഈ രണ്ടാം കാഴ്ച എന്ന് പറയുന്നൊരു വാക്ക്. ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും ഒരു രണ്ടാം കാഴ്ചയുണ്ട് സ്നേഹമുള്ളവരെ. ഒറ്റ നോട്ടത്തിൽ കാണുന്ന പോലല്ലോ ഒരു കാര്യങ്ങൾ, അത് മനുഷ്യരാണെങ്കിലും ഏതൊരു സംഭവമാണെങ്കിലും. നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി, എല്ലാത്തിനും ഒരു രണ്ടാം കാഴ്ചയുണ്ട്. ആഴമുള്ള മനുഷ്യർക്ക് ഈ രണ്ടാം കാഴ്ചയുണ്ട് സ്നേഹമുള്ളവരെ. ഇതിനോട് ചേർത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആഴമുള്ള മനുഷ്യർക്കുണ്ട്. എന്താണെന്നറിയാമോ? അഴകുള്ളതും
അഴകില്ലാത്തതുമെന്ന് പറയുന്നൊരു വേർതിരിവ് ഇങ്ങനത്തെ മനുഷ്യർക്കില്ല. നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ പരിചയിച്ച ഒരു ജീവിത രീതിയാണ് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരിൽ ഒരു 50% പേരെങ്കിലും നിങ്ങൾ മുതിർന്നവർ, നിങ്ങൾ കേരളത്തിൽ പഠിച്ച് വന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഴുപ്പെന്ന് പറയുന്നത് ഈ ബോഡി ഷേമിംഗ് മൈൻഡാണ്. നമ്മുടെ ആൾക്കാരെ അവരുടെ അപ്പിയറൻസ് വെച്ച് കളിയാക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇല്ലാത്ത ഒരു നല്ല ഗുണം അതാണ്. അവർക്ക് ഇങ്ങനെ കളിയാക്കുന്ന പരിപാടി അവർക്കില്ല. അഗ്ലി എന്നോ അൺപ്ലസന്റ് എന്നോ അൺപ്ലീസബിൾ എന്നോ അൺസൈറ്റ്ലി എന്നോ ഒക്കെ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ. നമ്മൾ കളിയാക്കാൻ വേണ്ടി ഒരാൾ ഉപയോഗിക്കുന്ന വാക്ക്. കോന്ത്രപ്പല്ലുള്ള ആള്, കഷണ്ടിയുള്ള ആള്, തൊലി ചുളുങ്ങിയ ആള്, നരയ്ക്കുന്ന ആള്, അങ്ങനെ ഒത്തിരി വാക്കുകളാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ജീവിതത്തിൽ ഈ ആഴം കിട്ടിയ മനുഷ്യർക്ക് കാണാൻ കൊള്ളാത്തതെന്ന് പറയുന്ന ഒരു വാക്ക് അവരുടെ ജീവിതത്തിലെ കാണത്തില്ല. മറിച്ച് ചുറ്റുമുള്ള എല്ലാത്തിനും എന്തു മാത്രമേ ഉള്ളൂ? ഭംഗി മാത്രമേ കാണത്തുള്ളൂ. എല്ലാത്തിനും സൗന്ദര്യം കാണത്തുള്ളൂ. ഇത് നിങ്ങൾ അത്തരം മനുഷ്യരെ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഴമുള്ള മനുഷ്യരുടെ ചിന്തയാണ് സ്നേഹമുള്ളവരെ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വീട്ടിൽ പോയി നമ്മൾ ശാന്തമായിട്ട് വായിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണല്ലോ, എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, എന്ത്? എല്ലാം നല്ലതാണ്. എല്ലാം നല്ലതാണ്. സൃഷ്ടി എല്ലാം കഴിഞ്ഞിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറയുന്നുള്ളൂ. കുറച്ച് കറുത്തു പോയെന്നോ കുറച്ച് വെളുത്തു പോയെന്നോ യേശു പറയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിനെ പറ്റി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയെ പറ്റി ഉള്ള പഠനങ്ങളിൽ ഏറ്റവും നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഈ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഏറ്റവും കൂടുതൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു നാടാണ് നമ്മുടെ. ഫെയർ ആൻഡ് ലവ്ലി ഒന്നും ഒരു കടയിലും ഇങ്ങനെ മേടിക്കാൻ ആളില്ലാതെ കെട്ടിക്കിടന്നിട്ടില്ല. എല്ലാ കാലത്തും ഡിമാൻഡാണ്. നിങ്ങളൊരു വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുക, വെളുപ്പും കറുപ്പും എത്രത്തോളം പ്രാധാന്യമാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അത്ഭുതപ്പെടുന്നൊരു സമയങ്ങളാണ് അതൊക്കെ. ഒരു കുഞ്ഞ് ഉള്ളിൽ ഉരുവാകുമ്പം എന്തിനാണ് ഈ പെൺകുട്ടിക്ക് ഒരു 7-ാം മാസം 8-ാം മാസമൊക്കെ ആകുമ്പം നേർത്ത അളവിൽ ഈ കുങ്കുമം ഇങ്ങനെ പാലിലൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? അബദ്ധവശാൽ പോലും ഈ കുഞ്ഞ് കറുത്തു പോകല്ലേ. വല്ലാത്തൊരു കുരിക്കപ്പെട്ട് കഴിയുന്നതാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ എന്ന് പറയുന്നത്. നമ്മുടെ സൗന്ദര്യ സങ്കല്പമൊക്കെ ഇങ്ങനെ പാല് പോലെ വെളുത്ത് തുടുത്ത് നിൽക്കുന്ന മനുഷ്യരിൽ അഴകിൽ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. നമ്മൾ ഒരു തരത്തിലും നമ്മൾ ആഴത്തിലോട്ട് പോയിട്ടില്ല സ്നേഹമുള്ളവരെ. നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ മനോഹരമായിട്ട് പാട്ടെഴുതി പാടുന്ന ഒരു റാപ്പറുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഹിരൺദാസ് മുരളി എന്നാണ് പേര്. 30 വയസ്സേ ഉള്ളൂ. ഹിരൺദാസ് മുരളി. പക്ഷെ അവനെ തന്നെ വിളിക്കുന്നത് വേടൻ എന്നാണ്. വേടൻ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വേടൻ്റെ പാട്ടുകൾ കേൾക്കും. നമ്മളൊരു 2 മിനിറ്റിൽ ഇപ്പം പാടിപ്പോകുന്ന പാട്ടിൻ്റെ വരികൾ തന്നെ ഇരുന്ന് ചിന്തിച്ച ഒരു മണിക്കൂർ ധ്യാനിക്കാനുള്ളതുണ്ട്. പക്ഷെ വേടൻ്റെ പാട്ടിൽ ഒരു ചെറിയൊരു പിഴവുണ്ട്. എന്നോ നമ്മുടെ മുൻതലമുറ കേട്ട് മറന്ന ജാതി വിദ്വേഷം അറിയാതെ പോലും വീണ്ടും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇവൻ ഈ ഒരു പേര് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? ഈ ഹിരൺദാസ് മുരളി എന്ന് പറയുന്നവൻ ഈ വേടൻ എന്നൊരു പേര് സ്വീകരിക്കാനും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവൻ്റെ അപ്പിയറൻസിൽ സ്വാഭാവികമായി ലഭിച്ച ഒരു ഇരുനിറത്തിന് മീതെ അവൻ കറുപ്പ് വേഷമേ ധരിക്കത്തുള്ളൂ. നിങ്ങൾ സ്പോട്ടിഫൈ ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു DP-യിൽ പോലും കറുത്ത വേഷം അണിഞ്ഞ് കറുത്ത പട്ടിയെ തോളി വെച്ച് നിൽക്കുന്ന ഒരു DP ആണ്, ഒരു ഐഡന്റിറ്റിയാണ്. വെളുപ്പിനെ മാത്രം നോക്കി വെളുപ്പിൽ ഭ്രമിച്ചു പോയ ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതിരോധമാണ് ഇത് അക്ഷരാർത്ഥത്തിൽ. ഇതിൽ തെറ്റു പറയാൻ പറ്റത്തില്ല ഒരിക്കലും. നമ്മൾ അത്രത്തോളം ചെറിയ മനുഷ്യരാണ് സ്നേഹമുള്ളവരെ. നമ്മൾ അത്രത്തോളം ചെറിയ മനുഷ്യരാണ്. നമ്മൾ എത്രത്തോളം ചെറുതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഇടമാണ് ഈ പള്ളിക്കൊക്കെ. ഞാൻ അതുകൊണ്ട് സ്നേഹത്തോടെ എന്നെ കൂടെ ചേർത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളോട്. എന്നെ കൂടെ ഉൾപ്പെടുത്താതെ എനിക്ക് നിങ്ങളോട് ഈ സന്ധ്യയിൽ ഒന്നും പറയാനില്ല. ഞാൻ അറിയാതെങ്കിലും നിങ്ങളെന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മളെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വല്ലാതെ ഈ അഴക അളവുകളിൽ പെട്ടുപോയ മനുഷ്യരാണ്. ശരിക്കുമുള്ള സൗന്ദര്യം എന്താണ്? ശരിക്കുമുള്ള അഴക് എന്താണ്? നിങ്ങൾ കുഞ്ഞുനാളിൽ നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ ആരുടെ അഴക് കണ്ടാണ് ഇങ്ങനെ ഭ്രമിച്ച് നിന്നു പോയത്? അത് നിങ്ങളുടെ അമ്മയുടെ അഴകാണ്, അല്ലേ? നമ്മളെ ഭ്രമിപ്പിച്ച, നമ്മളെ പിടിച്ചു നിർത്തിയ ഒരേ ഒരു അഴക്. ഞാൻ അപ്പൻ്റെന്ന് പോലും ഞാൻ പറയുന്നില്ല. കാരണം
6 വയസ്സ് വരെയെങ്കിൽ ഈ കുഞ്ഞ് വിചാരിക്കുന്നത് ഈ അമ്മയുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ് താനെന്നാണ്. ഒരു മനഃശാസ്ത്ര പഠനമാണ്. ഒരു സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഈ കുഞ്ഞിന് വരുന്നത് പിന്നീടാണ്, കണ്ണാടിയിലൊക്കെ നോക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ അമ്മയെ കണ്ട് നിൽക്കുന്ന കുഞ്ഞാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ആഫ്രിക്കൻ ഒരു ഗോത്ര പാരമ്പര്യ കഥയുണ്ട്. അതായത് ഒരു ആഫ്രിക്കൻ സ്ത്രീ ഇങ്ങനെ പാടത്ത് പണിയെടുക്കാൻ പോകുമ്പം തോളത്ത് അവരുടെ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ജോലിക്ക് പോയി. നമ്മുടെ നാട്ടിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ, ചില സ്ത്രീകൾ ജോലി നമ്മൾ കണ്ടിട്ടുണ്ട്. കട്ട ചുമ്മുമ്പോഴും സിമെന്റ് കുഴയ്ക്കുമ്പോഴും മാറത്തിങ്ങനെ ഒരു തുണിസഞ്ചി കെട്ടി കുഞ്ഞിനെ അതിനകത്ത് വെച്ചിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. കങ്കാരുമൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ. ഈ ആഫ്രിക്കൻ ഒരു ഗോത്ര കഥ എന്ന് പറയുന്നത്, ഇവര് ഒരു 2-3 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പണിക്ക് വന്നൊരു അമ്മ പാട വരുമ്പത്ത് ഈ കുഞ്ഞിനെ ഇരുത്തിയിട്ട് പണിയാൻ പോയി. കുഞ്ഞെങ്ങനോ ഒരു ഉച്ച മയക്കത്തിൽ പെട്ടെന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയെ കാണുന്നില്ല. അവിടെ എല്ലാം നോക്കിയിട്ട് അമ്മയെ കാണുന്നില്ല. വാവിട്ട് കരയാൻ തുടങ്ങി. അമ്മ എന്തെന്ന് അറിയത്തില്ല, ആ പരിസരത്തെങ്ങും കാണുന്നില്ല. നിലവിളിച്ച് കരയാൻ തുടങ്ങി. അമ്മയുടെ പേര് പറയാൻ അറിയത്തില്ല, വീട്ടിലോട്ടുള്ള വഴി പറയാൻ അറിയത്തില്ല, അഡ്രസ്സ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, സ്വന്തം പേര് പോലും പറയാൻ അറിയത്തില്ല. അവിടുത്തെ നാട്ടുകാരെല്ലാം ഈ കുഞ്ഞിന്റെ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു, അമ്മയെ കാണുന്നില്ല, ശരി, അമ്മയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം? ഒന്നും അറിയത്തില്ല, പേരും അറിയത്തില്ല. കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാൽ അമ്മ വളരെ സുന്ദരിയാണ്. ഒരൊറ്റ അടയാളം ഈ കുഞ്ഞ് പറയുന്നുള്ളൂ. കൂടി വന്ന നാട്ടുകാരുടെ, അമ്മയെ കണ്ടാൽ ഭയങ്കര സുന്ദരിയാണ്. നാട്ടുകാരെല്ലാം കൂടെ വൈകുന്നേര സമയത്ത് സുന്ദരിയായി കുഞ്ഞിന്റെ അമ്മയെ തപ്പിപ്പോയി. നാട് മൊത്തം തപ്പിയിട്ടും ഈ കുഞ്ഞ് വർണ്ണിച്ചതുപോലൊരു സുന്ദരിയെ കാണുന്നില്ല. തിരിച്ച് അലഞ്ഞ് കുഞ്ഞിന്റെ അടുക്കൽ വന്നപ്പോഴത്തേക്കും അമ്മ കുഞ്ഞിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കിയപ്പം അവരുടെ ഭാഷയിൽ ഇത്രത്തോളം വിരൂപതയുള്ളൊരു സ്ത്രീ വേറെ ഇല്ലായിരുന്നു. അവരുടെ ചിന്തയിൽ കുഞ്ഞ് നോക്കുമ്പം അമ്മയ്ക്കാണ് ഏറ്റവും സൗന്ദര്യം, സ്നേഹമുള്ളവരെ. ഞാനിപ്പോൾ എൻ്റെ ഒരു 33-ാമത്തെ വയസ്സിൽ കൂടെ കടന്നു പോവാണ്. കഴിഞ്ഞ വർഷം ഒരു 2024 ഒക്ടോബറിൽ ഒരു ചെറിയ ഇടുത്തി എൻ്റെ ജീവിതത്തിൽ വീണു. ഞാൻ ഇടുത്തി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഒക്ടോബർ ആ ഒരു സമയത്താണ് അമ്മയ്ക്ക് ഈ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. ചികിത്സകളൊക്കെ തുടങ്ങി ഒരു 6-7 മാസം കൊണ്ട് ഇപ്പം ചികിത്സയെല്ലാം കഴിഞ്ഞു. ഒരു നവംബറിൽ തുടങ്ങിയ ഒരു കീമോ ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ ഒരു 4 സൈക്കിൾ അവസാനിച്ചു. പക്ഷെ ഫസ്റ്റ് സൈക്കിള് മരുന്ന് കൊടുത്തപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് തലയിലെ മുടിയെല്ലാം പോകാൻ തുടങ്ങി. ഞാൻ ഇടുത്തി എന്നൊരു വാക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതൊരിക്കലും. തല മുഴുവൻ ഇങ്ങനെ മൊട്ടയായി തിളങ്ങുന്ന എൻ്റെ അമ്മ. ഞാനൊരു 32 വർഷക്കാലം കണ്ട അമ്മയല്ല 33-ാമത്തെ വർഷം ഞാൻ കാണുന്നത്. ആ സമയത്ത് ഈ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ കട്ടിലേ കിടക്കുമ്പം പപ്പയാണ് കൂടുതൽ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ കൂടുന്നത്. ഞാനും കാണും. ക്ഷീണത്തോടെ കിടക്കുമ്പോൾ ഈ അമ്മയുടെ ഒരു ആവലാതിയുണ്ട്. അസുഖത്തെക്കുറിച്ചൊന്നുമല്ല. പാല് തിളപ്പിച്ചോ, ചോറാരാ വെച്ചേ, കൂട്ടാൻ ആരാ വെച്ചേ, പപ്പായിക്കാകുമോ, മോൻ സഹായിക്കുമോ, എനിക്കൊന്ന് എഴുന്നേക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ശരിക്കും ഈ ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞ സത്യം, മുടിയൊന്നും ഒരഴകല്ല. ഒരമ്മയുടെ അഴകെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവർ, അവരിങ്ങനെ ഈ കസ്തൂരി കൊണ്ട് നടക്കുന്നത് പോലെ ഉള്ളിൽ ഒളിപ്പിച്ച ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 32 വർഷക്കാലം ഞാൻ അറിഞ്ഞ അമ്മ ഈ ഒരു രൂപത്തിലിരിക്കുമ്പോൾ എത്രത്തോളം ഈ അഴക് വർദ്ധിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹം. ഇങ്ങനെ തുളുമ്പുമാണ് ആ രോഗാവസ്ഥയിലും. സ്നേഹമുള്ളവർ, മനുഷ്യരുടെ സൗന്ദര്യത്തിന് ഈ ഒരൊറ്റ അളവ് പോലെ ഉള്ളൂ. ഇവരെത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് മനുഷ്യര്. സ്നേഹമാണ് യഥാർത്ഥ അളവ്. ഞാനിതിന് ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ ചിത്രം ഇവിടെ അധികം അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാലയങ്ങളിൽ കാണുന്ന, നമ്മൾ കണ്ടുപരിചയിച്ച യേശു എങ്ങനെയുള്ളതാണ്? നല്ല വെളുത്ത് സുന്ദരനായി, ഹൃത്തിക് റോഷന്റെ ഒരു ജോലൈനും ഒരു പൂച്ചക്കണ്ണും ഒക്കെ വെച്ച്, മുടിയൊക്കെ നല്ല വെട്ടി, നല്ല ചീകി ഒതുക്കിയ ഒരു യേശു. അല്പം കറുത്ത് മുടി പാറി പൊടി പിടിച്ചിരിക്കുന്ന ഒരു യേശുവിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മുടെ പരുമല പള്ളി പുതുക്കി പണിത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ വളരെ പൈസ മുടക്കി വിദേശത്തു നിന്ന് ഒരു ഐക്കണോഗ്രാഫറെ കൊണ്ടുവന്ന്
ഒരു ഐക്കൺ വരച്ച് വെച്ചിരുന്നു പള്ളി. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടോ? പരുമല പള്ളി കുദാശയൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് പള്ളി വെച്ചിരുന്നൊരു ഫോട്ടോയാണ്. ഒട്ടും ഭംഗിയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്ര ലക്ഷം മുടക്കി വരച്ച ഈ ചിത്രമാണ് അവിടെ എടുത്ത് മാറ്റി വേറെ എണ്ണച്ചായ ചിത്രം വെച്ച്. കാണാൻ ഒരു ലുക്കില്ല. ഞാനീ വളരെ ഫാക്ച്വലായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ യൂറോപ്യൻ സ്റ്റൈലിൽ നിങ്ങൾ കാണുന്ന യേശുവിൻ്റെ ചിത്രം ഫേക്കാണ്. കാരണം ഈ മനുഷ്യർ പല റേസസ് ആയിട്ടുണ്ടല്ലോ. മംഗോളിയൻസ് ഉണ്ട്, നീഗ്രോയിഡ്സ് ഉണ്ട്, എസ്കിമോസ് ഉണ്ട്, പസഫിക് ഐലൻഡിലെ ആൾക്കാരുണ്ട്. അതിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഏഷ്യാറ്റിക് സബ് കോണ്ടിനെന്റിൽ വരുന്ന സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ഏഷ്യാറ്റിക് സബ് ഗ്രൂപ്പ്. നമ്മളെല്ലാം അതിൽ പെടുന്നതാണ്. വെളുത്ത തൂവെള്ള മെഴുക് നിറമൊന്നും നമുക്കുള്ള നിറമല്ല ഒരിക്കലും. നമ്മൾ പിന്നെ അതാകാനുള്ള പെടാപ്പാടാണ് ഈ ജനിച്ച നാൾ തൊട്ട്. ഒരു പേൽ ബ്രൗൺ സ്കിന്നാണ് നമ്മുടെ എല്ലാം സ്വാഭാവിക നിറം. നിശ്ചയമായിട്ട് യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ നിറം അതാണ്. പൂച്ചക്കണ്ണ് നിങ്ങൾ സങ്കല്പിക്കുക പോലും വേണ്ട. ഏഷ്യൻ കോണ്ടിനെന്റിലെ കണ്ണിൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് കറുപ്പാണ്. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിന്റെ യാഥാർത്ഥ്യം വരണ യെശയ്യായുടെ പുസ്തകം 53 അധ്യായം വീട്ടിൽ പോയെന്ന് വായിക്കണം. 12 വാക്യങ്ങളേ ഉള്ളൂ. യേശുവിനെ പറ്റി പറയുന്ന ഒരു പ്രവചന ഭാഗമാണ്. മനുഷ്യർ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം പോലും ആർക്കില്ല, യേശുവിനില്ല. ഇങ്ങനെ അലഞ്ഞ് നടന്ന് പട്ടിണി കിടന്ന് വെയിൽ കൊണ്ട് മുടിയൊക്കെ ചീകി ഒതുക്കി യേശുവിനോളം ഫലിതം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹമുള്ളവരെ, ആഴമുള്ള മനുഷ്യരുടെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. അഴകുള്ളതും അഴകില്ലാത്തതും എന്നുള്ളൊരു വേർതിരിവ് ഇവർക്ക് ജീവിതത്തിൽ കാണത്തില്ല. കാണുന്നതിനെല്ലാം ഒരു അഴകുണ്ട്. നിങ്ങൾ ഈ എസ്തെറ്റിക് സെൻസൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും പഠന വിഷയങ്ങളിൽ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. എസ്തെറ്റിക്കൽ സിമ്മട്രി എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ 2 കണ്ണ്, മൂക്ക്, നെറ്റിയുടെ വലുപ്പം, അല്ലെ കൈകാലുകളുടെ വലുപ്പം, തലയുടെ വലുപ്പം ഉടലുമായിട്ട് എങ്ങനെ നിൽക്കുന്നതാണ് ഈ എസ്തെറ്റിക് സിമ്മട്രി എന്ന് പറയുന്നത്. അതിലാണ് ഈ അഴകിരിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ ആഴമുള്ള മനുഷ്യരായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് കടക്കാൻ പറ്റും. പല്ലുന്തിയ നിങ്ങളുടെ കുഞ്ഞ്, കോങ്കണ്ണുള്ള നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, കഷണ്ടി കയറിയ നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി, മുടി നരച്ച നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി, മുടിയൊക്കെ നരയ്ക്കുന്നതിനോളം ഒരു ഭയം മനുഷ്യർക്ക് ഇല്ലേ? കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദൈവം ഈ മനുഷ്യന് ഇത്രയും നര ഉണ്ടായിരുന്നു എന്ന് പലരെയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഡൈ മേടിക്കാൻ പോലും പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടിയില്ല. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ഒരു തലം, ആഴമുള്ള മനുഷ്യർക്ക് ഈ ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ള ചിന്ത കാണത്തില്ല. ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ള ചിന്തയില്ല. നിങ്ങൾ കുറച്ചുകൂടെ പത്രങ്ങൾ വായിക്കുകയും ഈ ദുബായ് പോലുള്ളൊരു നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കറിയാം, ലോകം ഓടുന്നത് മുഴുവൻ ലാഭത്തിന് വേണ്ടിയാണ്. ഇല്ലേ? ലോകം ഭയങ്കര ഓട്ടമാണ്. ലാഭത്തിന് വേണ്ടിയാണ് ഈ ഓടുന്നത്. കിട്ടിയതൊന്നും പോരാ, ഇനിയും വേണം. അത് ഒരു ബിസിനസ് ആണെങ്കിലും കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആളാണെങ്കിലും എല്ലാം നിലനിൽക്കുന്നത് ഈ ഒരു ചിന്തയിലാണ്. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. ഇങ്ങനെ മുൻപോട്ട് പോകുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കുറെ പാവപ്പെട്ട മനുഷ്യർ ഇതിനകത്ത് കിടന്ന് ഞെരുങ്ങുന്നുണ്ട്. 8 മണിക്കൂറിൻ്റെയും 10 മണിക്കൂറിൻ്റെയും 12 മണിക്കൂറിൻ്റെയും വർക്കിംഗ് അവറിൽ കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന എന്താണെന്ന് എന്നെക്കാട്ടിൽ നല്ലതായിട്ട് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 2024 ജൂണിൽ നമ്മുടെ നാട്ടിലൊരു മലയാളി പെൺകുട്ടി മരണപ്പെട്ടു. എനിക്ക് തോന്നുന്നൊരു 26 വയസ്സ് പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അന്ന സെബാസ്റ്റ്യൻ എന്നാണ് പേര്. കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവള് മരണപ്പെട്ടത് എന്തുകൊണ്ടാണ് വാർത്തയാണെന്നറിയാമോ? ഇവള് മരിച്ചതിന് ശേഷം തുടർന്നുള്ള ഒരു പഠനത്തിലാണ്, ഒരു പോസ്റ്റ്മോർട്ടത്തിലാണ് മനസ്സിലാകുന്നത് ഹൃദയം പൊട്ടിയാണ് മരിക്കുന്നത്. കുറച്ചുകൂടെ അതിൻ്റെ ബ്ലഡ് സാമ്പിളും പഠനങ്ങളും നടത്തിയപ്പോഴാണ് ഈ ജോലി പ്രഷർ താങ്ങാനാകാതെ, സമ്മർദ്ദം താങ്ങാനാകാതെ മരണപ്പെട്ടു പോയൊരു കുഞ്ഞാണ്. ലോകത്തെ പലയിടത്ത് നടക്കുന്നുണ്ട്. നിങ്ങളെന്ന് കോവിഡിന് ശേഷമുള്ളൊരു കാലമൊക്കെ നോക്കിയാൽ മതി. ചെറുപ്പക്കാർക്ക് ഹൃദയാഘാതം വരുന്നതിൻ്റെ ഒരു വാർത്തയൊക്കെ നമ്മൾ ഭയങ്കര അത്ഭുതത്തോടാണ് കാണുന്നത്. ജോലി ഭാരങ്ങളിൽ എന്തിനാണ് ഈ മനുഷ്യരിങ്ങനെ തകർന്നു പോകുന്നത്? ഏതൊക്കെയോ കുറച്ച് മനുഷ്യർ ലാഭത്തിന് വേണ്ടി കുതിക്കുമ്പം കുറെ പാവപ്പെട്ടവർ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലൊരു തുണിക്കട നിങ്ങൾ നോക്കിയാൽ മതി. തുണിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തുണിക്കടയുടെ ബൃഹത്തായ കടയുടെ അകത്തോട്ട് കയറുമ്പം ഒരു 4 പെൺകുട്ടികൾ, സ്ത്രീകൾ അവിടെ നിരനിൽപ്പുണ്ടാവും. ഏത് തുണിയാണ് വേണ്ടത്, ഇന്ന തുണിയാണ്, അത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് സെയിൽസ് ഗേൾസ്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന നിപ്പ്
9:30 മണിക്ക് രാത്രി ഈ വലിച്ചു വാരിയിട്ട തുണിയെല്ലാം മടക്കി അതേ കവറിലിട്ട് വീട്ടിൽ ചെല്ലുന്നത് വരെ ഈ നിപ്പാണ്. ഇത് ലാഭത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ മനുഷ്യരെ ഞെരുങ്ങുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ഒരു വാക്കുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. കരോഷി മരണങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പം മലയാളത്തിലുണ്ട്. കരോഷി മരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1980 ജപ്പാനിൽ രൂപപ്പെട്ടൊരു വാക്കാണ് ഈ കരോഷി എന്ന് പറയുന്നത്, കരോഷി മരണം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രമേ ഇതിനുള്ളൂ. ജോലി ഭാരം കൊണ്ട് മനുഷ്യർ വീണു മരിക്കുന്നു, ലാഭത്തിന് വേണ്ടി ഓടുമ്പം വീണു മരിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിന് ആഴം കിട്ടിയ മനുഷ്യര് ലാഭത്തെപ്പറ്റി ചിന്തിക്കാറില്ല. പൗലോസ്ലീഹയൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഒരു ക്ലാസിക് വാക്യം വേറെ ഇല്ല. നാട്ടിൽ ചെന്നിട്ട് പേഴ്സിൽ നിന്ന് നോട്ട് എടുക്കുമ്പം ഒരു 10 രൂപ നോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾ മഹാത്മാഗാന്ധിയെ കാണാറുണ്ട്. ഗാന്ധിജിയെ പറ്റിയൊക്കെ നമ്മുടെ കവികൾ പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ്, ഗാന്ധി വേഷം കെട്ടാനും എളുപ്പമാണ്, ഗാന്ധിയായിട്ട് ജീവിക്കാൻ ഇച്ചിരി പാടാണ്. ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമല്ലേ? 2 വട്ടം, ഒരു ചെറിയ വട്ടവും ഒരു വലിയ വട്ടവും ഒരു വടിയും കൂടെ വരച്ചാൽ ആരായി? ഗാന്ധിയായി. ഈ ഗാന്ധി വേഷം കെട്ടാൻ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു ഗാന്ധി വേഷം കുഞ്ഞിന് കെട്ടണമെങ്കിലും വലിയ പാടൊന്നുമില്ല. ഒരു അരമുണ്ടും ഒരു മേൽമുണ്ടൂടെ ചുറ്റി ഒരു വട്ട കണ്ണാടിയോടെ വെച്ചാൽ ആരായി? ഗാന്ധിയായി. നമ്മൾ കണ്ടു പരിചയിച്ച ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളിലെല്ലാം ഈ ഒരു രൂപമാണ്. അത്യാവശ്യ നഗ്നത മറയ്ക്കാൻ അല്പവസ്ത്രധാരിയായി ഒരു നീളം വടി പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഗാന്ധിജിയുടെ വേഷം അല്ലായിരുന്നു. സ്വാതന്ത്ര്യ സമര ഇന്ത്യയിൽ ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗം എത്തിയപ്പം വല്ലാത്ത ഒരു ആഘാതം നേരിട്ടപ്പം ഗാന്ധി സ്വീകരിച്ച ഒരു വഴിയാണ് ഈ അല്പവസ്ത്രം എന്ന് പറയുന്നത്. അതായത് ഈ മഹാത്മാഗാന്ധിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും കാര്യം കയ്യിലുണ്ടെങ്കിൽ നടന്നു പോകുന്ന വഴിയിൽ അതില്ലാത്ത ആരെങ്കിലും കണ്ട അതൊന്നിൽ ഉപേക്ഷിക്കും, അതല്ല ആൾക്ക് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ നിസ്വനായിട്ട് ഇങ്ങനെ നിൽക്കും. 1921 ഗാന്ധി ഈ വേഷം മാറ്റിയത്. കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള പഠനങ്ങളുണ്ട്. 1921 ഒരു സെപ്റ്റംബർ 22 മഹാത്മാഗാന്ധി ട്രെയിൻ കയറി നമ്മുടെ ഈ തെക്കൻ കേരളത്തിലേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പം മധുര സ്റ്റേഷനിൽ ഗാന്ധി ഇറങ്ങുന്നുണ്ട്. അതുവരെയും ഗാന്ധിയുടെ ഒരു വേഷം എന്ന് പറയുന്നത്, നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ചില റെയർ ചിത്രങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിലൊക്കെ ഉപരിപഠനത്തിന് വേണ്ടി പോകുമ്പോഴൊക്കെ അദ്ദേഹം ധരിച്ച വേഷം ഏതൊരു നല്ല ഇന്ത്യക്കാരൻ ധരിക്കുന്ന പോലത്തെ ഒരു വേഷമൊക്കെയാണ്. ഇതേ വേഷം ധരിച്ചുകൊണ്ട് 1921 സെപ്റ്റംബർ 22 മധുരയിൽ ട്രെയിൻ വന്നിറങ്ങുമ്പം ഗാന്ധി കണ്ടത് ശരിയായ രീതിയിൽ വസ്ത്രം പോലും ഇല്ലാത്ത ഭാരതീയരെയാണ്. മധുര സ്റ്റേഷനിൽ ഈ ഗാന്ധിയെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ വന്നു. ആഹാരം പോട്ട് വസ്ത്രം പോലും ഇല്ലാതെ ഞെരുങ്ങുന്ന മനുഷ്യർ. നിങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷ് കോളനിവൽക്കരണ സമയത്തൊക്കെ ഒരു ഭയങ്കരമായ ഒരു ക്ഷാമം പിടിപെട്ടൊരു കാലമാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിൻ എന്നൊക്കെ പറയുന്ന ഒരു കടുത്ത ക്ഷാമമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. തന്നെ സ്വീകരിക്കാൻ മധുര സ്റ്റേഷനിൽ വന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിലോട്ട് ഗാന്ധി ഇറങ്ങുമ്പോൾ എവിടോ ഒരു അമ്മയും മോള് ഇയാളുടെ കണ്ണിപ്പെട്ടു. ഗാന്ധിയുടെ ആവശ്യത്തിന് വസ്ത്രം പോലും ഇല്ലാതെ പ്രയാസപ്പെട്ട ആൾക്കൂട്ടത്തിൽ ഞെരുങ്ങുന്ന ഒരമ്മയും മോളും. ആ നിമിഷം, ആ ദിവസം ഈ മനുഷ്യൻ വസ്ത്രത്തെ പറ്റിയുള്ള വ്യക്തമായ ഒരു ധാരണ ജീവിതത്തിൽ എടുത്തു. ഉള്ളത് മതി, ആവശ്യമുള്ളത് മതി. നിങ്ങൾ പിൽക്കാലത്തുള്ള ഗാന്ധിയുടെ ജീവിതത്തിന്റെ വായനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നെഹ്റുവിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പുഴക്കരയിലോ ഒരു പൈപ്പിൻ ചോട്ടിലോ മറ്റോ ഇങ്ങനെ മുഖം കഴുകാനോ കൈ കഴുകാനോ ഒക്കെ നിൽക്കുമ്പം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നെഹ്റു എടുക്കുന്ന കണ്ടാൽ പോലെ ഈ ഗാന്ധി വഴക്ക് പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ആഹാരത്തിൽ ഈ പശുവിൻ്റെ പാലൊക്കെ ഈ ഗാന്ധി ഉപേക്ഷിക്കുന്നുണ്ട് കുറേ നാൾ കഴിയുമ്പം. മനുഷ്യർക്ക് അവരുടെ അമ്മ കുഞ്ഞുനാളിൽ പാല് കൊടുത്തില്ലേ, പിന്നെന്തിനാണ് ഈ മൃഗത്തിൻ്റെ അമ്മയുടെ പാലൂടെ നമ്മൾ കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ കൂടാണ് ഈ മനുഷ്യൻ കടന്നു പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, സ്നേഹമുള്ളവരെ, ആഴമുള്ള മനുഷ്യനായിരുന്നു. ആഴമുള്ള മനുഷ്യർക്ക് ഈ ലാഭക്കൊതിയില്ല. അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്, ആഴമുള്ള മനുഷ്യർക്ക് നഷ്ടഭയവുമില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. സുവിശേഷം വായിക്കുമ്പം ഒരു 3 സുവിശേഷങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വന്നൊരു ഭാഗമാണ്. യേശു ഒരു വീട്ടിൽ വിരുന്നുണ്ണാനിരിക്കുമ്പം
ഒരു സ്ത്രീ കടന്നു വന്ന് ഒരു ജാറ് പൊട്ടിച്ച് വളരെ വില കൂടിയ ഒരു തൈലം യേശുവിൻ്റെ പാദത്തിൽ ഒഴിക്കുന്നു. നമ്മളിത് വായിച്ചിട്ടില്ലേ? ആ സ്ത്രീ ആ വെൺകൽ ഭരണി പൊട്ടിച്ചു എന്ന് പറഞ്ഞു, ഉടച്ചു എന്നാണ് പറയുന്നത്. കുംഭം ഉടച്ച് ആ തൈലം ഇങ്ങനെ യേശുവിൻ്റെ പാദങ്ങളിലേക്ക് ഒഴിച്ചപ്പോൾ അതിൻ്റെ സുഗന്ധം വീട് മുഴുവൻ നിറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ഇച്ചിരൂടെ മാറ്റമുണ്ട്. ഇത് യേശുവിൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഇങ്ങനൊരു വിരുന്നുണ്ണാൻ ഇരിക്കുമ്പം യേശുവിനെ ശിരസിൽ കൂടി ഇങ്ങനെ തൈലം ഒഴിക്കുകയാണ്. ആ ഒഴിച്ച തൈലത്തിന്റെ ഒരു പേര് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സ്വച്ഛ ജഡ മാംസി തൈലം. കോസ്റ്റ്ലി പെർഫ്യൂം എന്നൊക്കെയാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വരുന്നത്. ഭയങ്കര വിലയുള്ളൊരു തൈലമാണ്. യൂദ ഇങ്ങനെ പണസഞ്ചി കൈപിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് കണ്ടപ്പം വല്ലാതെ അസ്വസ്ഥതപ്പെടുന്നുണ്ട്. അസ്വസ്ഥതപ്പെട്ടിട്ട് ഈ മറിയത്തോട്, ഈ തൈലമൊഴിച്ച സ്ത്രീയോട് പറയുന്നുണ്ട്, എന്ത് കാര്യത്തിനാണ് ഈ അനാവശ്യ ചെലവ് കൊണ്ടുവന്നേ? എത്ര വില വരുന്നൊരു തൈലമാണ് ഇതെന്നറിയാമോ? പക്ഷെ യേശു ഒന്നും മിണ്ടുന്നില്ല. എന്താ തൈലത്തിന് ഇത്ര വില കൂടാൻ കാരണം? നിങ്ങൾ വേദപുസ്തകത്തിന്റെ മറ്റ് പരിഭാഷകൾ വായിക്കുമ്പം അവിടെ ഈ സ്വച്ഛ ജഡമാംസി എന്നൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, നർദോയിൽ എന്ന് പറയുന്നൊരു വാക്കാണ്. നർദ് തൈലം. നമ്മുടെ കല്യാണ ശുശ്രൂഷയിൽ നിങ്ങൾ നർദീൻ തൈലത്തോടൊക്കെ സമാനമായ ഒരു വാക്ക് പാട്ടിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നർദീൻ തൈലം. നർദീൻ തൈലമാണ് ഈ സ്ത്രീ യേശുവിന്റെ ദേഹത്ത് ഒഴിക്കുന്നത്, പൂശുന്നത്. എന്തുകൊണ്ടാണ് ഈ നർദീൻ തൈലം ഇത്ര കോസ്റ്റ്ലി ആയിട്ട് വന്നതെന്നറിയാമോ? ഈ നർദെന്ന് പറയുന്നത് ഒരു ചെടിയാണ്. ഈ നർദെന്ന് പറയുന്നത് അത് ഈ നമ്മുടെ നാട്ടില്, ഇന്ത്യയില് ഹിമാലയൻ മലയുടെ നല്ല ഉയരത്തിൽ മാത്രം വളരുന്നൊരു ചെടിയാണ് ഈ നർദെന്ന് പറയുന്നത്. ഈ നർദ് ഈ ഹിമാലയൻ പർവ്വതം താണ്ടി അവിടെ എത്തി ഈ ചെടി പിഴുതെടുത്ത് അതിന്റെ വേരിൽ നിന്ന് എടുക്കുന്ന സത്താണ് ഈ നർദ് തൈലം എന്ന് പറയുന്നത്. ഇത്രത്തോളം പ്രക്രിയ ഹിമാലയൻ പർവ്വതത്തിൽ ചെയ്ത് തൈലമെടുത്ത് അത് ഇന്ത്യയിൽ നിന്ന് യഹൂദയിലേക്ക് കൊണ്ടുവരുമ്പം ഇരട്ടിക്കപ്പുറം ഇരട്ടിക്ക് ഈ തൈലത്തിന്റെ വില. അതിനെപ്പറ്റി ഒരു നല്ല കണക്ക് യൂദായ്ക്കുണ്ട്. ഈ ലാഭനഷ്ടങ്ങളെ പറ്റി കണക്കുള്ള മനുഷ്യരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. യൂദ അത് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ തലവഴി ഇത് അഭിഷേകം ചെയ്തു, നിന്റെ പാദം കണ്ണീര് കൊണ്ട് നനച്ചു തുടച്ചൊക്കെ ശരിയാണ്, പക്ഷെ എന്തൊരു നഷ്ടമാണ് ഈ സംഭവിച്ചേ, എന്തൊരു നഷ്ടമാണ്. യേശു മനോഹരമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അവൾ എനിക്ക് ചെയ്ത സ്നേഹമെന്നൊക്കെ പറഞ്ഞ് യേശു അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ പോലും അറിയാതെ നഷ്ടഭയങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യരാണ്. ഒരു 2 ആഴ്ച മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ നല്ല മഴയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാനൊരു വീട്ടിലൊരു ശവസംസ്കാരത്തിന് ചെന്നു. ശവസംസ്കാരത്തിന് ചെന്നപ്പോൾ ആ പള്ളിയിൽ, ഞാൻ സ്ഥിരം ശുശ്രൂഷിക്കുന്ന പള്ളിയല്ല, അച്ഛനില്ലാത്തത് കൊണ്ട് എനിക്ക് പോകേണ്ട വന്ന ഒരു ഇടവകയാണ്. അവിടുത്തെ ഒരു ശുശ്രൂഷകൻ, നമ്മൾ കൂട്ടായി ഒരു 10-50 വയസ്സെങ്കിലും കാണും. അദ്ദേഹം ഇങ്ങനെ അടുത്തിരുന്ന് ആൾക്കാരൊക്കെ വരുന്നത് വരെ എന്നോട് സംസാരിക്കുകയാണ്. സംസാരിച്ച് അടുത്ത് വന്നിരുന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഈ അപ്പനെ അമ്മയൊക്കെ നോക്കിയാൽ രക്ഷപ്പെടുമെന്ന് പറയുന്നത് വെറുതെയാണ്. അപ്പനെ അമ്മയൊക്കെ നോക്കിയിട്ട് ഞാൻ ഗതി പിടിച്ചില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, എന്തൊരു വർത്താനാണ് ഈ പറഞ്ഞേ, എന്തൊരു വർത്താനാണ് ഈ പറഞ്ഞേ എന്ന് പറഞ്ഞ, അല്ലച്ച മുഴുവൻ കേക്ക്, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. എനിക്കൊരു 4 സഹോദരങ്ങളുണ്ട്, ഒരു പെങ്ങൾ ഉൾപ്പെടെ 4 സഹോദരങ്ങളുണ്ട്. ഞാൻ ഇളയതാണ്. സ്വാഭാവികമായ നാട്ടു നടപ്പനുസരിച്ച് വയ്യാതായ അപ്പനും അമ്മയും എൻ്റെ വീട്ടിലായി. എൻ്റെ മൂത്ത ചേട്ടൻ ബാംഗ്ലൂർ പോയി, മറ്റൊരു ചേട്ടൻ ഡൽഹി പോയി, എൻ്റെ പെങ്ങള് ഗൾഫിൽ പോയി, വേറൊരു സഹോദരൻ US പോയി. ഇവരിങ്ങനെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല അച്ഛാ. എന്നെ ഗൾഫിൽ നിന്ന് ഓഫർ വന്നു, ഡൽഹിയിൽ നിന്ന് ഓഫർ വന്നു, മദ്രാസിൽ നിന്ന് ഓഫർ വന്നു. എനിക്ക് എങ്ങും ജോലിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഇവരെ ശുശ്രൂഷിച്ച് ഇങ്ങനെ ജീവിച്ചു. ഞാൻ ചോദിച്ചു, അപ്പനും അമ്മ ഇപ്പോഴുണ്ടോ? ഇല്ല, മരിച്ചുപോയി. ഞാൻ തിരിച്ച് കൈ പിടിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ, മരിച്ചവർക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു കുഞ്ഞു വിശ്വാസമാണ്, മരിക്കുന്നവർക്ക് കേൾക്കാനും കാണാനും പറ്റും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ. ചേട്ടൻ പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് മരിച്ചവർക്ക് കേൾക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, അങ്ങനാണെങ്കിൽ മരണത്തോളം അവരെ നോക്കിയിട്ട് ഇനി ഈ വർത്താനം പറയരുത്. കാരണം നമ്മുടെ ഈ സംഭാഷണത്തിനിടയിൽ നിങ്ങളെ പെറ്റ് പോറ്റി നിങ്ങളെ മുലയൂട്ടി വളർത്തി ഒരു അമ്മ വയറ് കാണാൻ പറ്റാതെ നോവുന്നുണ്ട് ഇവിടെ നിന്ന്. ഇനി ഇത് പറയരുത്.
നമ്മുടെ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സംഭാഷണമാണിത്. അപ്പനെ അമ്മയെ നോക്കിയിട്ട് എനിക്കിതാണോ കിട്ടിയത്? അപ്പനെ അമ്മയെ നോക്കിയാൽ എന്ത് കിട്ടും? നിന്റെ അപ്പനും അമ്മയും കൂടെ അല്ലേ, ഞാൻ മാത്രം അല്ലല്ലോ, അമ്മയ്ക്ക് വേറെ മക്കളില്ലേ? നമ്മൾ ഈ വളരുമ്പോൾ സംഭവിക്കുന്ന, മുതിരുമ്പോൾ സംഭവിക്കുന്ന വൈകല്യമാണ് സ്നേഹമുള്ളവരെ, വൈകല്യമാണ്. ഇതാണ് ഈ ആഴമുള്ള മനുഷ്യരും പരപ്പിൽ ജീവിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നാട് വിട്ട് നിങ്ങളിവിടെ അലയുമ്പോഴും, നിങ്ങൾ ഏത് മരുഭൂമി വക്കത്ത് നിൽക്കുമ്പോഴും, നിങ്ങൾ ഏത് നിങ്ങളുടെ ജോലി സംബന്ധമായ ഇടത്ത് നിന്ന് ഉരുകുമ്പോഴും, നിങ്ങളുടെ ഉള്ളിൻ്റെ കോണിൽ അപ്പനും അമ്മയും എന്നൊരു ചിന്ത ഇങ്ങനെ പുകയുന്നത് എനിക്കറിയാൻ പറ്റും. ഞാനും കുറേ നാൾ വീട് വിട്ട് മാറിയെന്നാണ്. ഒന്നെങ്കിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ചിന്തയാണ് ഈ അപ്പനും അമ്മയും എന്ന് പറയുന്നത്. എല്ലാം ത്യജിച്ച് അവരെ നോക്കാൻ വേണ്ടി ഇങ്ങനെ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിൽക്കുമ്പം ഈ നഷ്ടലാഭങ്ങളുടെ ചിന്ത അവരെ പിടികൂടി എന്തൊരു കഷ്ടമായിരിക്കും സ്നേഹമുള്ളവരെ. ആഴമുള്ള മനുഷ്യരുടെ രണ്ടാമത്തെ ഒരു ശ്രേഷ്ഠത ഇതാണ്: ലാഭകൊതിയുമില്ല, നഷ്ടഭയവുമില്ല. മൂന്നാമത്, യേശുക്രിസ്തു ശിഷ്യരെ പഠിപ്പിച്ച ആ പാഠം, ആഴത്തിലേക്ക് വലയെറിയുക. ആ ഒരു വാക്കാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നൊരു വാക്ക്. ആഴമുള്ള മനുഷ്യർ, ചിന്താഗതിക്ക് മാറ്റം വന്ന മനുഷ്യരാണ്. അവർക്ക് വ്യക്തമായൊരു സൗന്ദര്യ സങ്കല്പമുണ്ട്. എല്ലാത്തിനും അവർക്ക് സൗന്ദര്യം കണ്ടെത്താൻ പറ്റും. അവർക്ക് ലാഭകൊതിയും നഷ്ടഭയവും കാണത്തില്ല. മൂന്നാമത്, സന്തോഷത്തെക്കാട്ടിലും അധികം സമാധാനമാണ് വലുതെന്ന് ഈ മനുഷ്യർക്കറിയാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ വലുത് സന്തോഷമാണോ സമാധാനമാണോ? ഒരു 23-26 വയസ്സ് വരെയെങ്കിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് സന്തോഷമാണ് ജീവിതത്തിൽ വലുതെന്ന്, അല്ലേ? സന്തോഷമാണ് വലുതെന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഞാനൊരു അല്പനാളെ ശുശ്രൂഷിച്ച പള്ളിയിലെ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ OVBSന്റെ ടൂറിന് പോയി. കൊച്ചു കുഞ്ഞുങ്ങളാണ്. നമ്മളൊക്കെ നാട്ടിൽ കുട്ടികളെ കൊണ്ട് ടൂറിന് പോകുമ്പം നമ്മൾ അങ്ങോട്ട് അവരോട് പോലും ചോദിക്കാതാണ് നമ്മൾ ഈ പള്ളികളിൽ കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. രാവിലെ നാട്ടിൽ നിന്നൊരു പള്ളിയിൽ നിന്ന് ഇറക്കി അടുത്തുള്ള പഴയ സെമിനാരിയാണോ പരുമലയാണോ പള്ളികൾ ഇങ്ങനെ കയറി ഇറങ്ങി. മുതിർന്നവർക്ക് ഇതൊരു സന്തോഷമാണ്, പക്ഷെ കുഞ്ഞുങ്ങൾ വല്ലാതെ മടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വട്ടം ഞാനൊരു കുറച്ച് നാൾ ശുശ്രൂഷിച്ച പള്ളിയിൽ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് OVBS കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, അച്ഛാ വാട്ടർ തീം പാർക്കിൽ പോകണം, അതാണ് സന്തോഷം. വീഗാലാൻഡ് ഉണ്ട്, സിൽവർ സ്റ്റോം ഉണ്ട്. അങ്ങനെ സിൽവർ സ്റ്റോമിൽ പോകാമെന്ന് തീരുമാനിച്ചു. എന്തൊരു സന്തോഷമാണ് ഈ മക്കൾക്ക്, ഭയങ്കര സന്തോഷം. വെളുപ്പിന് 5 മണിക്ക് ബസ് വന്ന് അകത്ത് കയറി ഒരിടിപ്പം പാട്ട് ബസ്സിലിട്ട നിമിഷം തൊട്ട് ഇവർ തുള്ളാൻ തുടങ്ങി. എനിക്ക് അസൂയ തോന്നി ഇവരോട്. കാരണം ഒരു പാട്ടൊക്കെ കേൾക്കുമ്പം നിന്ന നിപ്പിൽ ഇങ്ങനെ തുള്ളാനും മാത്രം സന്തോഷമൊക്കെ കിട്ടുന്നതിൽ ശരിക്കും അസൂയ തോന്നി. വണ്ടി ഇങ്ങനെ വിട്ട് ഒരു 11 മണിയായപ്പോൾ സിൽവർ സ്റ്റോമിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സന്തോഷം കുത്തി മറിയുകയാണ്. പറഞ്ഞു വരുമ്പോൾ മുതിർന്നവർ നോക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്? കുറേ വെള്ളം, അത് വീട്ടിലും ഇല്ല വെള്ളം, ബക്കറ്റ് വെള്ളമുണ്ട്, ടാങ്കി വെള്ളമുണ്ട്, പിന്നെന്താ അവിടെ ഉള്ളത്? പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതൊരു കാലഘട്ടമാണ്. കൗമാരം കഴിയും, യൗവനത്തിൻ്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പം നിങ്ങളൊരു തിരിച്ചറിവിലെത്തും, ഒന്നിനും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ വിരസത കൂടി കൂട്ടുകാരോട് പറയാതെ ഒരു ട്രിപ്പ് പോവാം, ബോറടിക്കുന്നു, ഫോൺ എത്ര സ്ക്രോൾ ചെയ്തിട്ടും ബോറടി മാറുന്നില്ല, മടുപ്പ് തോന്നുന്നു, സിനിമ കണ്ടിട്ട് മാറുന്നില്ല. ഇങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിച്ച ഇടങ്ങളെ നിങ്ങൾക്ക് മടുക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഒരു സ്നേഹമുള്ളവർ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരിൽ പകുതി പേരെങ്കിലും അത് അനുഭവിച്ചവരാണ്. ഒരു ഗർഭിണിക്ക് അവൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ആഹാരത്തെ കാണുമ്പം തോന്നുന്ന ഒരു മനമറിച്ചിൽ പോലെ ജീവിതത്തിൻ്റെ ആഴം കൂടുമ്പം എല്ലാ പേക്കൂത്തുകളോടും നിങ്ങൾക്കൊരു വെറുപ്പ് തോന്നും. എല്ലാ പേക്കൂത്തുകളോടും നിങ്ങൾക്കൊരു വെറുപ്പ് തോന്നും. അബദ്ധവശാൽ ഈ പേക്കൂത്തുകൾ നമ്മുടെ പെരുന്നാളിനോടോ പള്ളിയോടോ ചേർത്ത് കെട്ടുമ്പം ഇത്തരം ആഴമുള്ള മനുഷ്യർക്ക് ഇത് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. അന്നേരമാണ് ഇവർ ചാട്ടവാറെടുക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ സ്നേഹത്തെപ്പറ്റി പറഞ്ഞ യേശു ചാട്ടവാറെടുത്ത് 2 വീശിയതോ ബൈബിളിൽ വായിക്കുമ്പം ഇതെങ്ങനെ പറ്റിയെന്ന് തോന്നും. ഒറ്റ കാരണമേ ഉള്ളൂ, സന്തോഷത്തെക്കാട്ടിൽ നിങ്ങൾക്ക് സമാധാനം തരുന്നിടമാണ് ഈ പള്ളിയാകം എന്ന് പറയുന്നത്. നിങ്ങളത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇവിടെ വന്നൊരു 2 പകല് ഈ പള്ളിക്കകത്ത് വരുമ്പോൾ മനസ്സിലാക്കിയത്, വെളുപ്പിനെ തൊട്ടേ ഇങ്ങനെ
ഒരാളിറങ്ങുമ്പോൾ ഒരാൾ വരുന്ന ഒരു പള്ളിയാണിത്. എന്തിനു വരുന്നു? ആർത്തുല്ലസിക്കാൻ വരുന്നതല്ല. മരുഭൂമിയിൽ ഒരിറ്റ് തണുത്ത വെള്ളം കുടിക്കാൻ വരുന്ന പോലെ സമാധാനത്തിന് വേണ്ടി വരുന്ന ഇടമാണ്. നിങ്ങൾ ജീവിതം ആഴപ്പെടുമ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന തിരിച്ചറിവാണ് സ്നേഹമുള്ളവരെ. സമാധാനമാണ് വലുത്. സമാധാനം ഉണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ മുതിർന്ന നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അവരോടൊക്കെ സംസാരിക്കുന്ന വഴിക്ക് അവർ കഴിക്കുന്ന മരുന്നുകളൊക്കെ വെറുതെ ഒന്ന് എടുത്തു നോക്കണം. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്നിനിടെ ചിലപ്പം ഉറക്കം കിട്ടാനുള്ള മരുന്നിവിടെ കാണും. ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ മാതാപിതാക്കളിൽ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. ഒരു 10 മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കടന്ന് 11 മണിക്ക് അങ്ങ് ഉണരും. പിന്നെ ഉറക്കമില്ല, പിന്നെ നടപ്പാണ് വീടിനകത്തൂടെ. ആയ കാലത്ത് ഗൾഫിലും നോർത്ത് ഇന്ത്യയിലും കൽക്കരി ഖനികളിലും റിഫൈനറികളിലും ഒക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച് നമ്മളെയൊക്കെ ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനം മൊത്തം വറ്റിപ്പോയി. പിന്നെ ഉറക്കമില്ല ജീവിതത്തിൽ. സമാധാനം ഇത്രയും വലുതാണ് സ്നേഹമുള്ളവരെ. നമ്മുടെ ആരാധനയിൽ വലിയ നോമ്പ് ആരംഭിക്കുമ്പം നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അല്ലേ? എന്ത് ശുശ്രൂഷയാണ്? ശുഭകോനോ ശുശ്രൂഷ ഇല്ലേ? ശുഭകോനോ ശുശ്രൂഷ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സന്ധ്യാസമയം നമ്മുടെ പള്ളിക്കകത്ത് ശുഭകോനോ ശുശ്രൂഷ നടത്തുമ്പം ഒരു ലാറ്റിൻ കത്തോലിക്കനോ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയോ പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ അവർക്കൊരു അത്ഭുതം തോന്നും, ഒരു കൗതുകം തോന്നും. നമ്മൾ എന്താണ് ഈ കൈവച്ച് ചെയ്യുന്നത്? ഇങ്ങനെ എന്തോ പണ്ടൊരാൾ ചോദിച്ചാണ്, നിങ്ങളെന്തോ ബോൾ പാസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോടൊരാൾ പള്ളിക്കകത്ത്. ഇങ്ങനെ കൈവസ്തൂരി കൊടുക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സമാധാനം കൊടുക്കുകയാണ് അല്ലേ? നമ്മളതിന് പറയുന്ന ഒരു മലയാളം വാക്കുണ്ടല്ലോ, എന്താണ്? കൈകസ്തൂരി കൊടുക്കുക. കൈ എന്താണെന്ന് നമുക്കറിയാം, വാക്കിൽ കരങ്ങളാണ്. പിന്നെ പറയുന്ന വാക്ക് എന്താണ്? കസ്തൂരി എന്നാണോ പറയുന്നത്? കസ്തൂരി. ഞാൻ കസ്തൂരി എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ആരുടെങ്കിലും ചോദിക്കാനൊരു മടിയായതുകൊണ്ട് ചോദിക്കാനാണ്. ഹസ്തൂർ എന്ന് പറയുന്ന ഒരു വാക്കാണ് കേട്ടോ. നിങ്ങളിത് ഈ സന്ധ്യയിലൊന്ന് മനസ്സിൽ എഴുതി വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഒരു പേർഷ്യൻ വാക്കാണ് ഹസ്തൂർ. കൈഹസ്തൂർ എന്നാണ് പറയുന്നത്. ഹസ്തൂർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രിഷ്യസ് എന്നാണ് അർത്ഥം. ലോകം തരാത്ത ഒരു സമാധാനം വൈദികൻ നിങ്ങൾക്ക് എവിടുന്ന് തരുന്നു? ഈ ബലിപീഠത്തിൽ നിന്ന് തരുന്നു. തിരുശരീര രക്തങ്ങളുടെ മീതെ കരങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് തരികയാണ്. ഞാൻ വൈദിക ശുശ്രൂഷയിലോട്ട് വന്നിട്ടൊരു 3 വർഷം പോലും ആയിട്ടില്ല. ഞാൻ ഇവിടുത്തെ വൈദികരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയൊരാളാണ്. ഏറ്റവും ഈ വൈദിക പൗരോഹിത്യ ശുശ്രൂഷ പോലും വളരെ ചെറിയൊരാളാണ്. പക്ഷെ എൻ്റെ ഒരു 2 വർഷത്തെ ശുശ്രൂഷയിൽ എന്നെ ഏറ്റവും കൊതിപ്പിച്ച പൗരോഹിത്യ ശുശ്രൂഷയിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. കുർബാനയ്ക്കിടയിലും ധനഹാ ശുശ്രൂഷയ്ക്കിടയിലും മാമോദീസയ്ക്കിടയിലും നമ്മളിങ്ങനെ വിശുദ്ധ വസ്തുക്കളുടെ മീതെ കരങ്ങൾ ഒഴിഞ്ഞ് താഴേക്ക് സമാധാനം കൊടുക്കുമ്പം താഴെ നിൽക്കുന്നത് 30 പേരാണെങ്കിലും 100 പേരാണെങ്കിലും 800 പേരാണെങ്കിലും കൊതിയോടിങ്ങനെ തലവളങ്ങി കുരിശ് വരയ്ക്കും. കാരണം ഈ സമാധാനം വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. ഒരിടത്തുനിന്നേ കിട്ടത്തുള്ളൂ. ഈ ബലിപീഠത്തിൽ നിന്ന് ഒഴിഞ്ഞു തരുന്ന സമാധാനത്തിന് പറയുന്ന പേർഷ്യൻ വാക്കിലെ ഒരു പാരമ്പര്യ വാക്കാണ് ഈ ഹസ്തൂർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ എടുത്ത് നമ്മുടെ കയ്യിലോട്ട് തരികയാണ്. ഇത് നമ്മൾ ആദ്യം ഇത് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം? മനുഷ്യർക്ക് കൊടുക്കണം. കൈഹസ്തൂർ എന്ന് പറയുന്നത്. കൈഹസ്തൂരിയായി, പിന്നെ കൈഹസ്തൂരിയായി, പിന്നെ അത് എന്തൊക്കെയോ ആയി. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഹൂസോയോ പ്രാർത്ഥന നിങ്ങൾക്കറിയാം. പാപപരിഹാരം നൽകുന്നു എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാർത്ഥനയുടെ ഇടയിൽ പറയുന്ന വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു വാക്കാണ് ഈ ഗബറേ ദശ്ലോമോ എന്ന് പറയുന്ന ഒരു സുറിയാനി വാക്കുണ്ട്. ഗബറേ ദശ്ലോമോ, സമാധാനപരന്മാരായ ആളുകൾ. നമ്മൾ കേട്ടിട്ടില്ലേ ആ പാട്ട്, ആ ഒരു പ്രാർത്ഥന? സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് നിങ്ങളെ യോഗ്യരാക്കണമേ. ഗബറേ ദശ്ലോമോ, സമാധാനം സ്വീകരിക്കുകയും സമാധാനം കൊടുക്കുകയും ചെയ്യാൻ പറ്റണം. നിർഭാഗ്യവശാൽ നമ്മൾ ഈ പള്ളിക്ക് പുറത്തിറങ്ങി മനുഷ്യരുടെ ഉള്ള സമാധാനം കളയുന്ന ആൾക്കാരാണ് നമ്മളെ. നിങ്ങളൊരു നാട്ടിൽ മുഴുവൻ നിങ്ങൾ സമാധാനം കൊടുക്കണ്ട, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് ഈ നമ്മൾ പരിശുദ്ധാത്മാവിനെയൊക്കെ കാത്തിരിക്കുന്ന ഈ ഒരു സമയം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആഴമുള്ള മനുഷ്യൻ്റെ 3ാമത്തെ ഒരു തലം സന്തോഷത്തെക്കാളും സമാധാനത്തിന് വില വെക്കും. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ പറ്റി എത്ര വിവരണങ്ങളാണ് നമുക്കിടയിലുള്ളത്, ഇല്ലേ? ഇന്നത്തെ ഈ ഒരു സന്ധ്യയിൽ ആഴത്തെപ്പറ്റി
നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോട് ചേർത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു തലക്കെട്ടി ആഴങ്ങളിലെ ആത്മാവെന്നാണ്. പരിശുദ്ധാത്മാവ് എവിടേക്കാണ് വരുന്നതെന്ന് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ പറ്റി ആദ്യം പറയുന്ന അവിടാണ് ഈ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവാത്മാവിനെ പറ്റി നമ്മൾ ആദ്യം വേദഗ്രന്ഥത്തിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്. അതിന്റെ യഥാർത്ഥ ഹീബ്രു ഭാഷയിൽ ഈ വെള്ളം എന്നുള്ളതിനെക്കാട്ടിലും ആഴമുള്ള ജലപ്പരപ്പ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. വെറുതെ ഇങ്ങനെ വെള്ളത്തിന്മീതെ വന്നു എന്നല്ല, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നല്ല ആഴമുള്ള സമുദ്രത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പറയുന്നത്. അതിന്റെ മീതെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വന്നേ അച്ഛൻ തുടങ്ങിയപ്പോൾ നിങ്ങളോട് ചോദിച്ചു, ഈ പിന്നെയും പരിശുദ്ധാത്മാവ് വരേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? നമുക്ക് തോന്നുന്നൊരു സംശയമാണ്. പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്നൊക്കെ പറയുമ്പം നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾക്ക് ഒരു 50 വയസ്സുണ്ടെങ്കിൽ 70 വയസ്സുണ്ടെങ്കിൽ 70 തവണ പെന്തിക്കോസ്തി ശുശ്രൂഷയ്ക്ക് കൂടി 70 തവണ ഞാൻ പരിശുദ്ധാത്മാവിനെ മേടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയതല്ലേ മാമോദീസായിക്ക്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം, ഞാൻ 10ാം ക്ലാസ്, നമ്മളെല്ലാം 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പം പഠിച്ച ഒരു മാത്തമാറ്റിക്സ് ആണ് ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ബികോമോ ഇംഗ്ലീഷോ ഹിസ്റ്ററിയോ ഒക്കെ എടുത്തവർ അന്നും ഇന്നും ചിന്തിക്കുന്നുണ്ടോ അത് എന്തിനാണ് ഇതൊക്കെ പഠിച്ചത്? +1 ഒക്കെ പഠിച്ചപ്പം സയൻസ് എടുത്തുകൊണ്ട് ഞാനും പഠിച്ച് ഇൻ്റഗ്രേഷൻ. ഒരു പയറുവള്ളി ഉണ്ടല്ലോ, ഒരു പേജ് തുടങ്ങി 3ാമത്തെ പേജ് കഴിഞ്ഞാലും തീരാത്ത ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിഫറൻസിയേഷൻ. വിശുദ്ധ കുർബാനയ്ക്ക് തൊയോബയ്ക്ക് കാപ്പയൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ മനസ്സിൽ വരും എന്തിനത് പഠിച്ചു. പക്ഷേ അത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വാക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് വ്യക്തിപരമായിട്ട് ഇൻഫിനിറ്റി ഇഷ്ടമാണ്. കാരണം ഈ 3 പേജ് വരെ ഒന്ന് ഇക്വേഷൻ കൊണ്ടുപോകാതെ എവിടെയെങ്കിലും നിർത്താൻ ഈ സാധനം വേണം. ഇതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അവിടെ കൊണ്ട് തീരും, കഥ കഴിയും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഉണ്ട്. ഈ ലിമിറ്റ് ഇല്ലാതെ കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്ന ഒരു അളവാണ്. അളവില്ല, അതിരില്ല. അതിന് അളവില്ലാതെ ഇങ്ങനെ ഒഴുകുകയും പരക്കുകയും ചെയ്യുന്ന ഏതിനും നിങ്ങൾക്ക് കൊടുക്കാവുന്നൊരു വാക്കാണ് ഇൻഫിനിറ്റി. കാത്തിരിപ്പിന്റെ ഈ ദിവസം എനിക്ക് മാമോദീസായിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയതല്ലേ, ഇനി ഇത് പിന്നെ അടിക്കുവാണോ റീചാർജ് ചെയ്യുവാണോ എന്നൊക്കെ ചിന്തിക്കുമ്പം സ്നേഹമുള്ളവരെ, ഇൻഫിനിറ്റിയാണ്, അനന്തതയാണ് പരിശുദ്ധാത്മാവ്. അനന്തതയാണ്. അതിൻ്റെ ഒരു അംശത്തിൽ പോലും നമ്മൾ നിന്നിട്ടില്ല. ഒരു സൂര്യനായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കാമെങ്കിൽ അതിൻ്റെ ഒരു ചില കിരണങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പല മനുഷ്യർക്ക് ഇത് പല അളവിലാണ് പോകുന്നത്. വേദോസ്തവത്തിൽ നിങ്ങൾ ശിംശോനെ കാണുന്നുണ്ടല്ലോ, എന്തൊരു ഹീറോയ്ക്ക് ക്യാരക്ടറാണ്. 2 കണ്ണും കുത്തിപ്പൊട്ടിച്ച് തലയിലെ മുടിനാരുകൾ മുറിച്ചെടുത്ത് തലമുട്ടയടിച്ച് മർദ്ദിച്ച് കളിയാക്കി പരിഹസിച്ച് പുറജാതി ദേവന്റെ ക്ഷേത്രത്തിൽ വലിയ തൂണിനിടയിൽ ഇങ്ങനെ കെട്ടി നിർത്തി നൃത്തം ചെയ്യാൻ പറഞ്ഞ് കളിയാക്കുമ്പം പൊട്ടക്കണ്ണനായി മനുഷ്യൻ, ശക്തി ശോഷിച്ച മനുഷ്യൻ കർത്താവിനോട് പറയുന്നുണ്ട്, ദൈവമേ ഒരു തവണ കൂടെ നിന്റെ ശക്തി എനിക്ക് തരണമേ. പിന്നെ കാണുന്നത് വേദോസ്തകത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു മാസ് രംഗമാണ്. 2 കരങ്ങളും ഈ തൂണിൽ വെച്ച് ഒരു തള്ളും 3000-ലധികം മനുഷ്യര് മരിച്ചു വീഴും. പരിശുദ്ധാത്മാവിന്റെ ഒരു കിരണമാണ് ആ ഒരു ശാരീരിക ശക്തി. ശലോമോന്റെ ജ്ഞാനം, യോഹന്നാന്റെ സത്യനിഷ്ഠ, കന്യാമറിയത്തിന്റെ വിശുദ്ധി. അങ്ങനെ നമുക്കിങ്ങനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പൗലോസ്ലീഹയൊക്കെ അത് പറയുന്നുള്ളൂ, ഓരോരുത്തർക്ക് എത്ര വരങ്ങളായിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ എടുത്ത ഈ ഒരു ചിന്തയും പരിശുദ്ധാത്മാവും തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് ആഴത്തിന്റെ മീതെ വരുന്ന ആത്മാവാണ് സ്നേഹമുള്ളവരെ. പരപ്പിലെ നമ്മുടെ ആഘോഷങ്ങൾക്ക് മീതെ വരുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. കുറച്ച് അർത്ഥമുള്ള, കുറച്ച് ചിന്തയുള്ള, കുറച്ച് കാര്യമുള്ള ഇടത്തേക്ക് പറന്നിറങ്ങുന്ന ആത്മാവാണ്. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. സുറിയാനി ആരാധനയോടുള്ള എനിക്കുള്ള ഏറ്റവും വലിയ മഹത്വം, ഒരു അടുപ്പം എന്ന് പറയുന്നതിന്റെ കാവ്യാത്മകതയാണ്. സുറിയാനിയിൽ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന ഒരു ചിത്രം അമ്മ പക്ഷിയുടെ ഒരു ചിത്രമാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ അഗ്നി നാവുകളായിട്ട് ഇറങ്ങി, ഇടിമിന്നലായിട്ട് വന്നു, കാറ്റായിട്ട് വന്നു, ഭൂമി കുലുക്കം പോലെ വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധാരണകൾ പലതാണ്. പക്ഷെ നമ്മുടെ ആരാധനയിൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നത് അതൊരു അമ്മ പക്ഷിയായിട്ടാണ്, ഒരു തള്ളപ്പക്ഷിയായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സുറിയാനി പെശീത്ത വേദോസ്തവത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന വേദോസ്തവത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിവർത്തിച്ചു എന്നല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആവസിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്.
വിശുദ്ധ വേദപുസ്തകത്തിലെ റാഹേഫ് എന്ന് പറയുന്ന, അല്ലെ റൂഹോഫോ എന്നൊക്കെ പറയുന്ന ഒരു സെമിറ്റിക് വേർഡാണ്. ഇങ്ങനെ ആവസിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ ഒരു GCC കൺട്രിയിൽ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ മിക്ക ക്രൈസ്തവ സമൂഹങ്ങളെ നിങ്ങൾക്കൊന്ന് കുറച്ച് വണ്ടി ഓടിച്ചു പോയാൽ കാണാൻ പറ്റും. കോപ്റ്റിക്കുകാർ, റഷ്യൻ ഓർത്തഡോക്സുകാർ ഉൾപ്പെടെ, കാത്തലിക്സ് ഉൾപ്പെടെ ഒരൊറ്റ ക്രിസ്തീയ കുർബാനയിൽ നമ്മുടെ കുർബാനയിൽ ഉള്ളതുപോലെ ഈ കയ്യാവസിപ്പില്ല, ഹോവറിങ് ഓഫ് ഹാൻഡ്സ് നമ്മുടെ ആരാധനയിലേ ഉള്ളൂ. എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് പഴയ നിയമത്തിലാണ് ഇതിന്റെ ചെല്ലുന്നത്. പരിശുദ്ധാത്മാവാകുന്ന അമ്മ പക്ഷി സൃഷ്ടിക്ക് മീതെ പൊരുന്ന ഇരുന്നപ്പോൾ സംഭവിച്ചതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. തിരുശരീര രക്തങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരുന്നത്? കുഞ്ഞുങ്ങളുടെ മീതെ അമ്മ പക്ഷിയെ പറന്നിറങ്ങുന്നത് പോലെ ഇങ്ങനെ പറന്നിറങ്ങുകയാണ്. ഹോവറിങ് ആണ്, ബ്രൂഡിങ് ആണ്. ഇത്ര മനോഹരമായ ഒരു വാക്കാണ്. ഇങ്ങനെ പറന്നിറങ്ങുകയാണ്. വല്ലാതെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം തരുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമ്മൾ ഒരു അമ്മപ്പക്ഷി പൊതിയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒന്ന് പൊതിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. പടകിലിരുന്നു കൊണ്ട് ആശാരി മുക്കുവരോട് പറഞ്ഞൊരു വാക്ക്, ആ പറഞ്ഞത് ആശാരിയാണോ കേട്ടത് തഴക്കം ചെന്ന മുക്കുവരാണോ എന്നുള്ളതല്ല വിഷയം. അവർക്ക് മുൻപോട്ട് അവരുടെ ജീവിതത്തിൽ വേണ്ട പാഠങ്ങളിലെ പ്രധാന പാഠമാണ് യേശു അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ബാത്തോസ്, ആഴം. ആഴങ്ങളിലാണ് കാര്യമിരിക്കുന്നത്. ആഴമുള്ള മനുഷ്യരാകാനുള്ളൊരു ക്ഷണം ഈ ദിവസങ്ങൾ കൊണ്ട് സ്നേഹമുള്ളവരെ, ആഴമുള്ളവന് വിരൂപമെന്നോ അഴുക്കെന്നോ ഒരു ചിന്തയില്ലാതെ എല്ലാം സുന്ദരമാണ്. ആഴമുള്ളവന് ലാഭക്കൊതിയും നഷ്ടഭയവുമില്ല. ആഴമുള്ളവനറിയാം സമാധാനമാണ് സന്തോഷത്തെക്കാട്ടിലും ജീവിതത്തിൽ വലുത്. ഇത്തരം ആഴപ്പെട്ട ജീവിതങ്ങൾക്ക് മീതെ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് ഒരമ്മ പക്ഷിയെ പോലെ പറന്നിറങ്ങും. അപ്പൊ പിന്നെ ആരാധന അല്പം നീണ്ടുപോയാൽ നമ്മൾ പരാതിപ്പെടത്തില്ല. കൊയറില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പെരുന്നാളിന് അല്പം മോടി കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. സമാധാനം മതി, ആഴം മതി, ദൈവം മതി. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരമ്മ പൊരുന്ന ഇരിക്കുന്നത് പോലെ ആഴപ്പെട്ട നമ്മുടെ ജീവിതങ്ങൾക്ക് മീതെ നമ്മളെ പൊതിഞ്ഞു പിടിക്കാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.